ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിയാനി കിച്ചൻ. ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നല്ലേ? ഇന്ന് നമുക്കൊരു നാടൻ കറി ഉണ്ടാക്കാം. ഇത് കണ്ടോ, ചക്ക, നല്ല വിളഞ്ഞ ചക്കയാണ്. നമുക്കിന്ന് ചക്ക എരിശ്ശേരി തയ്യാറാക്കി എടുക്കാം. ഇതിന് നല്ല വിളഞ്ഞ ചക്ക തന്നെ വേണം. ഞാൻ ചക്കയൊക്കെ കട്ട് ചെയ്ത് ചെറിയ പീസസ് ആക്കിയിട്ട് ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുത്ത് വേവിച്ചെടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, ഒരു നുള്ളു കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില. ചക്ക വേവാൻ ആവശ്യത്തിനുള്ള 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുപ്പത്ത് വെച്ച് ചക്ക വേവിച്ച് കൊണ്ടുവരാം. ചക്ക വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കി കൊണ്ടുവരാം. അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, 1/4 സ്പൂൺ ജീരകം, 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് ഒരു 5-6 കാന്താരി മുളക് ചേർക്കാം. എൻ്റെ കയ്യിൽ ഉണങ്ങിയ കാന്താരി ഉള്ളത്, അതിടാം. ഇനി ഇത് നമുക്കൊന്ന് ഒതുക്കി എടുത്തുകൊണ്ട് വരാം. നല്ലപോലെ അരഞ്ഞ് പേസ്റ്റ് ആകാൻ പാടില്ല, തരിതരിപ്പായിട്ടൊന്ന് ഒതുക്കി എടുത്തുകൊണ്ട് വരാം. നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചക്ക ഒന്ന് തുറന്ന് നോക്കാം. ചക്ക വെന്ത് വരുന്നുണ്ട്. കുറച്ചും കൂടെ ഒന്ന് വെന്ത് വറ്റി വരാനുണ്ട്. നമ്മൾ എരിശ്ശേരി ഉണ്ടാക്കുമ്പോൾ കുറച്ച് ലൂസായിട്ട് തന്നെയാണല്ലോ ഉണ്ടാക്കുന്നത്, കുറച്ച് ചാറായിട്ട് വേണമല്ലോ. ഒന്ന് കുറച്ചും കൂടെ ഒന്ന് വെന്ത് വറ്റി വരട്ടെ. നമ്മുടെ ചക്കയൊക്കെ പാകത്തിന് വെന്ത് വെള്ളമൊക്കെ കുറുകി വന്നിട്ടുണ്ട്. കുറച്ച് ചാറ് വേണമല്ലോ എരിശ്ശേരിക്ക്. അപ്പോൾ ഇതേ പാകത്തിൽ നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം. തീ കുറച്ച് വെക്കട്ടെ. നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. അരപ്പൊക്കെ ചേർത്ത് പാകത്തിന് കുറുകി വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്കൊന്ന് വറുത്ത് ചേർക്കണ്ടേ. ഉപ്പൊക്കെ നോക്കിയിട്ട് ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് വറുത്ത് ചേർക്കാം. ഇനി നമുക്ക് ചക്കയിലേക്ക് വറുത്ത് ചേർക്കാനുള്ളത് റെഡിയാക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് രുചി കൂടുതൽ കേട്ടോ. എണ്ണ ഒന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ ചൂടായി. നമുക്കൊരു 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. 1 സ്പൂണ് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉള്ളി ചെറുതായി അരിഞ്ഞത്, ശരിക്കും ചെറിയ ഉള്ളി ആയിരുന്നു വേണ്ടിയിരുന്നത്. എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി തീർന്നു പോയി. അതുകൊണ്ട് ഞാൻ സവാളയുടെ ഒരു ചെറിയ കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ഒരു 2 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. 1/2 കപ്പ് തേങ്ങാപ്പീര എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങ ഒന്ന് ചുമന്ന് വരുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പം നമ്മുടെ വറവിൻ്റെ തേങ്ങയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്, ചുമന്ന് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതേ പാകത്തിന് മൂത്ത് വരണം. കണ്ടോ, കരിഞ്ഞു പോകാനും പാടില്ല. നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന വറവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ചെറിയൊരു ടിപ്പും കൂടെ ഉണ്ട്. കുറച്ച് നെയ്യ് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും ഒക്കെ കിട്ടാനാണ്.
1 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിത് ഒരു 10 മിനിറ്റ് അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കെല്ലാം കൂടെ ഇളക്കി മിക്സ് ചെയ്യാം. നമുക്കിനി ഇത് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ അടിപൊളി ചക്ക എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. കണ്ടോ? ആക്ച്വലി ഈ ചക്കയില്ല, എനിക്ക് ലോട്ടറി അടിച്ച പോലെ കിട്ടിയതാണ്. നല്ല അടിപൊളി ഒരു ചക്ക കിട്ടി. ശരിക്കും പറഞ്ഞാൽ ഈ പ്രാവശ്യം പച്ചച്ചക്കയൊന്നും കിട്ടിയതേ ഇല്ലായിരുന്നു. നല്ല അടിപൊളി ഒരു വിളഞ്ഞ ചക്ക ഫസ്റ്റ് ടൈമാണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തയ്യാറാക്കിയതാണ്. കണ്ടോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചക്ക എരിശ്ശേരിയുടെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും തയ്യാറാക്കി നോക്കണം. മറ്റൊരു സിമ്പിൾ റെസിപ്പിയുമായി നമുക്ക് മിയാനി കിച്ചണിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. അപ്പോൾ നമുക്ക് ടിഫിനും പാക്ക് ചെയ്യാം. ചോറെടുത്തു, കറിയും കൂടെ എടുക്കാം. ചക്ക എരിശ്ശേരി മണം കേട്ടിട്ട് ഇപ്പം തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. അടിപൊളി. അപ്പോൾ ടിഫിൻ റെഡി.